1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അപ്പോഴാണ് ഭരണഘടനയ്ക്ക് ഒരു ഉറപ്പ് വരുന്നത്. കാരണം ഭരണഘടന ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഉറപ്പ് വരുന്നത്. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. അദ്ദേഹം ചെയർമാനുള്ള കമ്മിറ്റി. പിന്നെ ഇതെല്ലാം അംഗീകരിച്ചെടുക്കുന്നത് 1950 ജനുവരി 26-നാണ്. അതിനുശേഷം നിരവധി തവണ ഭരണഘടനാ ഭേദഗതി വന്നിട്ടുണ്ട്. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക, നിർദ്ദേശങ്ങൾ അയച്ചു തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും മനോഹരമെന്ന് പറയാവുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ ഒരു മന്ത്രിയോ MLA ഒക്കെ ഒരു കേസിൽപ്പെട്ടാൽ 2 വർഷത്തോളമൊക്കെ പോയാൽ മാത്രമേ, വിചാരണയൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ശിക്ഷ അല്ലെങ്കിൽ അവരുടെ സ്ഥാനം നഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പോൾ അറസ്റ്റിലായാൽ 1 മാസം അറസ്റ്റിലിരുന്നാൽ, 1 മാസം കസ്റ്റഡിയിലിരുന്നാൽ അവരുടെ മന്ത്രിസ്ഥാനം പോവും, ലോകസഭാ MP സ്ഥാനവും പോവും. എത്ര മനോഹരമായ നിയമമാണ്. ജനാധിപത്യത്തിൽ ഇതൊക്കെ വരാൻ ഇത്രയും കാലമെടുക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യത്തിൽ മന്ത്രിമാരും MLA-മാരും MP-മാരും ഒക്കെ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളായ ഞങ്ങളെ ഭരിക്കാനല്ല നിങ്ങളെ കയറ്റുന്നത്, നിങ്ങൾ ഭരണക്കാരെന്നാണ് പറയുന്നത്, അല്ല. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവും കോൺസ്റ്റിറ്റ്യൂൻസ്, അതായത് ലെജിസ്ലേറ്റീവും ബ്യൂറോക്രസിയും പിന്നെ അതുപോലെ തന്നെ കോടതിയും പിന്നെ പത്രങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ നിങ്ങളുടെ ജോലി ഞങ്ങൾക്കാവശ്യമായ നയങ്ങൾ ഉണ്ടാക്കിത്തരലാണ്. എന്തിനു വേണ്ടി നയങ്ങൾ ഉണ്ടാക്കണം? രാജ്യത്തെ പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ആരോഗ്യം, വ്യവസായം, അങ്ങനെ ഓരോ മേഖലകളിലും, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഓരോ മേഖലകളിലും നല്ല നയങ്ങൾ രൂപീകരിക്കുക. പരിപാടികൾ, നിങ്ങൾ രൂപീകരിക്കുന്ന നയങ്ങൾക്കനുസരിച്ച് പരിപാടികൾ രൂപപ്പെടുത്തുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ബ്യൂറോക്രസിയുടെ ജോലിയാണ്. അപ്പോൾ നിങ്ങൾ നല്ല നയങ്ങൾ രൂപീകരിക്കേണ്ടവരാണ്. ആ നല്ല നയരൂപീകരണ സമിതിയിൽ ഇരിക്കേണ്ടവർ ഏറ്റവും സുതാര്യമായിരിക്കണം, സത്യസന്ധരായിരിക്കണം, കറകളഞ്ഞവരായിരിക്കണം, അഴിമതി വിരുദ്ധരായിരിക്കണം. അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്കറിയാം. ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള ആളുകൾ ഇന്ത്യയിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. കാലിത്തീറ്റ, കുംഭകോണം എന്നൊക്കെ പറഞ്ഞ് ജയിലിൽ കിടന്നിട്ട് എത്രയോ നേതാക്കൾ, എത്രയോ മന്ത്രിമാർ, എത്രയോ മുഖ്യമന്ത്രിമാർ ഇന്ത്യയിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ നിയമമില്ലായിരുന്നു. ഇപ്പോഴിതാ വളരെ മനോഹരമായി ഇന്ത്യൻ പാർലമെൻറ്റിന് വസന്തമുണ്ട് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് ഒരുപക്ഷെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യമായി മനോഹരമായൊരു ബില്ല് വരുന്നു. ഈ തെമ്മാടിത്തരം കാണിക്കുന്ന മന്ത്രിമാരായാലും അത്തരം ജനപ്രതിനിധികൾക്ക് 1 മാസം പോലും, 1 മാസത്തിനപ്പുറം ഇത് തുടരാൻ പറ്റില്ല. അത് വിചാരണ വന്നാലും വന്നില്ലെങ്കിലും, കോടതിയിൽ പോയാലും പോയില്ലെങ്കിലും, അപ്പീൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അകത്ത് കിടന്നേ പറ്റൂ. ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോയേ പറ്റൂ. ജയിലിൽ കിടക്കണം വേണ്ടേ എന്നുള്ളത് കോടതി തീരുമാനിക്കും. പക്ഷേ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോയേ പറ്റൂ. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ്റിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. മോഡി ഗവൺമെൻറ്റിന് ഈ വിഷയത്തിൽ ഒരു ബിഗ് സല്യൂട്ട്. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ട്, താല്പര്യമില്ലാത്ത വിഷയങ്ങളുണ്ട്, വിമർശിക്കേണ്ട വിഷയങ്ങളുണ്ട്, അഭിനന്ദിക്കേണ്ട വിഷയങ്ങളുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ബിഗ് സല്യൂട്ട് തരുന്നു. തീർച്ചയായിട്ടും നല്ല തീരുമാനമാണ്. ഇതിനെയെങ്കിലും പ്രതിപക്ഷമൊന്നും എതിർക്കാതിരിക്കുക. ഐക്യകണ്ഠേന പാസ്സാവട്ടെ. ഈ ഭരണഘടനാ ഭേദഗതി വരട്ടെ. നമ്മുടെ ജനാധിപത്യം കൂടുതൽ സുതാര്യമാകട്ടെ, സാർത്ഥകമാകട്ടെ, അഴിമതി വിമുക്തമാകട്ടെ. ഇങ്ങനെ ഒരു ഭയം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, ജനാധിപത്യത്തിൽ ഭയത്തിന് വലിയ പങ്കുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ടാണല്ലോ കർശനമായ നിയമങ്ങളും കോടതികളൊക്കെ കൂടെ വച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഒന്നൊന്നര സുന്ദരമായ നിയമമാണ്. ആരുടെ തലയിൽ ഉദിച്ച ആശയമാണെങ്കിലും മനോഹരം, സുന്ദരം. ഇന്ന് തന്നെ അത് പാസ്സാകട്ടെ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയോടുകൂടി അത് പാസ്സാകട്ടെ. ഭരണഘടനാ ഭേദഗതി വരട്ടെ. കുഴപ്പക്കാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോട്ടെ. അവർക്കിനി ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൂടി പറ്റാത്ത രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്താൽ വീണ്ടും ജനങ്ങളുടെ കയ്യടി കിട്ടും. ജനാധിപത്യം കൂടുതൽ സാർത്ഥകമാകട്ടെ. അങ്ങനെ നമ്മുടെ ജനാധിപത്യം ചിരിക്കുന്നു.